The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. नमस्ते, कैसे हो सब लोग? ज़रूर सब बहुत खुशी होगा क्योंकि अभी तो कक्षा पे हैं सब लोग, ठीक है। रोज़ स्कूल पे आते हैं और मित्रों से मिलते हैं, माने मसा लूटते हैं और ज़्यादा मसा ये सब तो कक्षा में कहते रहते हैं, ठीक है। इसलिए बहुत खुशी होगा ज़रूर। मैं भी आप लोगों को बीच बीच में देखते हैं क्या, पूरा पूरा माने आप तो व्यस्त हैं पढ़ने में, तो भी बीच में हम तो देखते हैं और हफ्ता में एक दिन हमें भी कक्षा मिलते हैं। तो और एक खुशी की बात है, इस साल का हमारा अंतिम पाठ वीडियो के रूप में आपको अंतिम कक्षा मिल रहा है, ठीक है। हमारा पाठ का नाम है दवा, ठीक है। ये कुछ मसा रूप में लिखे हुई एक कहानी है, मसा रूप में लिखे एक भाग है ये दवा, कहानी है दवा। और एक विशेषता भी होते हैं, ये तो हरिशंकर प्रसाई की रचना है। തമാശകളാണെങ്കിലും ആ തമാശകളുടെ ഉള്ളിൽ ചില ശക്തി ഉണ്ട്, അതിൽ നിന്നും പലതും നമുക്ക് മനസ്സിലാക്കാനുണ്ട്, ഗ്രഹിക്കാനുണ്ട്. അതുതന്നെയാണ് നമുക്ക് ഈ പാഠത്തിലും പഠിക്കാനുള്ളത്. നമുക്ക് കൊടുത്തിട്ടുള്ള ആദ്യത്തെ ചിത്രം നോക്കുക. ഒരു പയ്യൻ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ. നോക്കുക അതിന് എന്താണ് അച്ഛനും അമ്മയും പറയണമെന്നുള്ളത്. इसके व्हाट्सएप से कोई एक फ्रेंड कम हो गया है. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്, ഫ്രണ്ട്ഷിപ്പ് കൂടിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളത്. അതിൽ ഏതോ ഒരു ഫ്രണ്ട് ഒഴിവായിപ്പോയി. ആ ഒഴിവായിപ്പോയതിൻ്റെ സങ്കടത്തിൽ ചെക്കൻ പൊട്ടി കരയുകയാണ്, ടീക്കേ. വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമാവില്ലേ? നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പോയാൽ അതുപോലെ തന്നെ. പക്ഷേ ഇത്ര കരയില്ല. പക്ഷേ വേണ്ടപ്പെട്ടവർ പോയി കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് വിളിച്ച് വരുത്തിക്കോളൂ. ഹേക്കിയാ ടീക്കേ. വ്യംഗ്യമേ കേവൽ ഹസി നെഹി ഹോത്തി. ഓരോ തമാശകളും വ്യംഗ്യാത്മകമായിട്ടുള്ളതിലും വെറും പുഞ്ചിരി മാത്രമല്ല, वो पाठक को जरा सोचने के लिए विवेश बना देते हैं. വായനക്കാർക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം പോലും തരുന്നുണ്ട്. उसमें सच्चाई किसी न किसी रूप में छिपी रहती है. അതിൽ ചില യാഥാർത്ഥ്യങ്ങൾ किसी न किसी प्रकार ഏതെങ്കിലും തരത്തിൽ അതിൽ ഒളിഞ്ഞ് ഇരിക്കുന്നുണ്ടാവും. एक छोटा सा व्यंग्य, ഒരു ചെറിയ വ്യംഗ്യാത്മകമായിട്ടുള്ള ഭാഗം, ठीक है. दवा, മരുന്ന്. കവി അനങ് ജി കാ അന്തിം ക്ഷൺ ആ പहुंचा था. കവി അനങ് ജിയുടെ മരണത്തിൻ്റെ സമയം എത്തിക്കഴിഞ്ഞു, ജീവിതത്തിൽ അവസാന നിമിഷമായി കഴിഞ്ഞു. ഡോക്ടറോനെ കഹ ദിയാ കി യേ അധിക് സെ അധിക് ഘണ്ടെ ഭർ കെ മെഹ്മാൻ ഹേ. ഇദ്ദേഹം ഇനി അധിക നേരം ജീവിച്ചിരിക്കില്ല, വളരെ കുറച്ച് മണിക്കൂർ മാത്രം ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഇനിയുള്ളൂ. എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറോളമൊക്കെ അദ്ദേഹം ജീവിച്ചിരിക്കുള്ളൂ, അതുവരെ മാത്രം ഈ അതിഥി ഇവിടെ ഉണ്ടാവുള്ളൂ. കാരണം അതിനുശേഷം ഇദ്ദേഹം മരിച്ചു പോകും എന്ന് ഡോക്ടർമാരൊക്കെ വിധി എഴുതി കഴിഞ്ഞു. അനഞ്ജിക്ക് പത്നിനെ കഹ കി കുച്ച് ഐസി ദവാ ദേ ദേ. അപ്പോൾ അനഞ്ജിയുടെ പത്നി വന്നിട്ട് പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇദ്ദേഹത്തിനൊരു മരുന്ന് എന്തെങ്കിലും കൊടുക്കണം. ജിസെ യേ 5 या 6 घंटे जीवित रख सके ताकि शाम की गाड़ी में आने वाले बेटे से मिल ले. ഡോക്ടറോട് പോയി ചെന്ന് പറയുകയാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിന് ഒരു 5-6 മണിക്കൂർ നേരത്തേക്കെങ്കിലും ജീവിച്ചിരിക്കാനുള്ള മരുന്ന് കൊടുക്കണം. കാരണം വൈകുന്നേരത്തെ വണ്ടിയിൽ ഇദ്ദേഹത്തിൻ്റെ മകൻ വരുന്നുണ്ട്, അവന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആ രീതിയിലുള്ള മരുന്നൊന്ന് കൊടുക്കണേ എന്ന് ഡോക്ടറുടെ അടുത്ത് പോയി അഭ്യർത്ഥിക്കുകയാണ്. ഡോക്ടറിനെ കഹാ കി കോയി ബി ദവായിനെ ഘണ്ടെ ഭർ സെ അധിക് ജീവിത് നഹീ രഖ് സക്തി. ഡോക്ടർമാർ പറഞ്ഞു 1 മണിക്കൂർ കൂടുതൽ ഇദ്ദേഹം ജീവിക്കാനുള്ള സാധ്യത ഇല്ല, ഉറപ്പാണ്. ഇസി സമയം അനങ് ജി കെ മിത്രായെ. അപ്പോഴേക്കാണ് അനങ് ജിയുടെ ഫ്രണ്ട് അവിടെ എത്തിപ്പെടുന്നത്. വേ പോലെ അദ്ദേഹം പറയാം, മേ ഇനെ മസേമേ കൈ ഘണ്ടെ ജീവിത് രഖ് സക്താ ഹൂം. ഇദ്ദേഹത്തിന് കുറേ തമാശകളൊക്കെ പറഞ്ഞ് ഞാൻ ഇദ്ദേഹത്തെ കുറച്ച് കൂടുതൽ നേരം ജീവിപ്പിക്കാം എന്ന് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ വന്ന് പറയുകയാണ്. ഡോക്ടറിനെ കഹാ, ഡോക്ടറെ ഹസ്കർ കഹാ. ഡോക്ടർ ചിരിച്ചിട്ട് പറഞ്ഞു, അസംഭവം, അത് സാധ്യമല്ല, കാരണം വീട്ടിൽ ഇനി മരിച്ചു പോവും. മിത്രനെ കഹാ ഗേർ മുझे कोशिश तो कर लेने दीजिए, आप सब लोग बाहर हो जाइए
അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എനിക്കൊരു അവസരം തരൂ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, നിങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തു പോകും, ഞാനൊന്ന് ഇയാളോട് സംസാരിച്ചിട്ട് തമാശയൊക്കെ പറഞ്ഞ് കുറച്ചും കൂടി ജീവിച്ചിരിക്കുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. സബ് ബാഹർ ചലെ ഗയേ, മിത്ര അനങ് ജി കെ പാസ് ബൈഠെ ഔർ ബോലെ. എല്ലാവരും പുറത്തു പോയി. അനങ് ജിയുടെ അടുത്ത് തൻ്റെ കൂട്ടുകാരൻ വന്നിരുന്നു. എന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി. അനങ് ജി അബ് തോ ആപ് സദാ കെ ലിയേ ചലേ. അദ്ദേഹത്തിനോട് പറയുകയാണ്, നിങ്ങൾ എന്തായാലും ഇനി എത്രയും പെട്ടെന്ന് ചത്തുപോകും, മരിച്ചു പോകും. ഒന്ന് ആലോചിക്കുക, മരിക്കാൻ കിടക്കുന്ന ആളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല, നല്ല പറയേണ്ട വാക്കുകൾ തന്നെയാണല്ലോ. അബ് തോ ആപ് സദാ കെ ലിയേ ചലേ, നിങ്ങൾ ഇനി എന്നേക്കുമായിട്ട് പോവാണ്. സോ ലളിത് കണ്ട് അബ് കഹാ സുന്നേക്കു മിലേഗ. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ഇനി നിങ്ങൾ എന്തായാലും ഇനി എന്നേക്കുമായിട്ട് പോവാണ്. നിങ്ങളുടെ ആ മധുരമായിട്ടുള്ള ശബ്ദം, നിങ്ങൾ എത്ര നന്നായി പാട്ട് പാടുന്ന ആളാണ്, യേശുദാസിനേക്കാൾ കേമനായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള പാട്ടുകാരനാണ്, അത്രയും നല്ല മധുരമായിട്ടുള്ള സ്വരമാണ് നിങ്ങളുടെ സ്വരം. ഇനി ഇതൊന്നും കേൾക്കാൻ പറ്റില്ലല്ലോ, വളരെ ദുഃഖമുണ്ട് കേട്ടോ എനിക്കിതിൽ. ജാത്തെ ജാത്തെ കുച്ച് സുനാ ചായേ. പോകുന്നതിന് മുമ്പ് എന്തായാലും മരിച്ചു പോവല്ലേ, ആ മരിച്ചു പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു പാട്ട് കൂടി പാടിയിട്ട് പോവുകയാണെങ്കിൽ അത്യുത്തമമായി. മരിക്കാൻ കിടക്കുന്ന ആളുടെ അടുത്താണ് പാട്ട് പാടാൻ പറഞ്ഞത്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത അതാണ്, മരിക്കാൻ പോവില്ല, ക്ലാസ് ലാസ്റ്റ് കഴിയാൻ പോവല്ലേ. സുനത്തെ ഹി അനങ് ജി ഉടുക്കർ ബൈഠ് ഗയേ ഔർ ബോലെ. ഇത് കേട്ടതും അദ്ദേഹം നീട്ടിയിരുന്നു. അതാ രസം, നീട്ടിയിരിക്കുക മാത്രമല്ല, എന്നിട്ട് പറയുക, മനത്തോനെയ്യേ, അപ്പോൾ മനസ്സുണ്ടായിട്ടില്ല, पर आपकी प्रार्थना डाली भी नहीं जा सकती. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് നിരസിക്കാൻ പറ്റില്ലല്ലോ, നിങ്ങളുടെ അഭ്യർത്ഥന നിരസിക്കാൻ പറ്റില്ലല്ലോ. അച്ഛാ അലമാരി മേ സേ മേരി കോപ്പി നിക്കാലിയേന. അലമാരയിൽ നിന്ന് അതിൻ്റെ കോപ്പി എടുത്തിട്ട് വരും. ഞാൻ എഴുതിയിട്ടുള്ള നോട്ട്സുകളുണ്ട്, കുറേ കവിതകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്ന് കൊണ്ടുവരൂ, അതൊന്ന് പാടാം, എടുത്തിട്ട് വരൂ. मित्र ने कॉपी उड़ाकर हाथ में दे दी और अनंग जी कविता पाठ करने लगे. इंटीमेट फ्रेंड വേഗം പാട്ടിൻ്റെ കോപ്പിയൊക്കെ എടുത്തു കൊടുത്തു. അദ്ദേഹം പാട്ട് പാടാൻ തുടങ്ങി. ഗണ്ടേ पर घंटे बीत गए. അങ്ങനെ ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞു. ശ്യാം കി ഗാഡി ആ ഗയി. വൈകുന്നേരത്തെ ട്രെയിൻ എത്തിക്കഴിഞ്ഞു, വണ്ടി എത്തിക്കഴിഞ്ഞു. और लड़का भी आ गया. മകനും എത്തി, പുത്രനും എത്തി. उसने कमरे में घुसते ही देखा कि पिताजी कविता पढ़ रहा है और उनके मित्र मारे पड़े हैं. അങ്ങനെ മകൻ വന്ന് നോക്കുന്ന സമയത്ത് എന്താ കാണുന്നത്? അച്ഛൻ അവിടെ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നുണ്ട്, കൂട്ടുകാരൻ അതാ അവിടെ മരിച്ചു കിടക്കുന്നു. എന്താണ് ഇതിൻ്റെ ആശയം എന്നുള്ളത് ഹരിശങ്കർ പ്രസായിയുടെ ഓരോ ലേഖനങ്ങളും കഥകളും എല്ലാം ഇതുപോലെയാണ്, നമ്മളെ ചിന്തിപ്പിക്കാൻ വിടുന്നതാണ്. ठीक है, तो अभी हरिशंकर प्रसाई के बारे में. हरिशंकर प्रसाई का जन्म 1924 को मध्य प्रदेश में हुआ था. वे हिंदी के प्रसिद्ध लेखक और व्यंग्यकार थे. वे हिंदी के पहले रचनाकार हैं जिन्होंने व्यंग्य को विधा का दर्जा दिलाया और हल्के फुल्के मनोरंजन की परंपरागत परिधि से उभराकर समाज के व्यापक प्रश्नों से जोड़ा. हंसते हैं रोते हैं जैसे उनके दिन फिरे आदि उनके श्रेष्ठ कहानी संग्रह हैं. उनकी मृत्यु 1995 को हुई. मेरी गोज. निम्नलिखित कथन किन किन पात्रों के हैं? താഴെ കൊടുത്തിരിക്കുന്ന വരികൾ ആരുടെയൊക്കെയാണെന്നുള്ളത്. कुछ ऐसी दवा दे दे जिससे ये 5 या 6 घंटे जीवित रह सके. मैं इन्हें मज़े में कई घंटे जीवित रख सकता हूँ. जाते जाते कुछ सुना जाइए. आपकी प्रार्थना डाली भी नहीं जा सकती. आपको सुनते वक्त ही समझ सकते एक किन किन का वाक्य है क्या. मित्र की बात सुनते ही अनंग जी उड़कर बैठ गए. इनमें कौन सा व्यंग्य है? ഇതിൽ നിന്നും എന്ത് വ്യംഗ്യാത്മകതയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്? कवि अनंग के नए कविता संग्रह का प्रकाशन हुआ है. कविता संग्रह की बिक्री बढ़ाने के लिए एक विज्ञापन तैयार करें. ഒരു അഡ്വർടൈസ്മെന്റ് എന്തായാലും തയ്യാറാക്കി വെക്കുക. कहानी के आधार पर निम्नलिखित 3 प्रसंगों के संवाद आगे बढ़ाएं. पात्र पत्नी और डॉक्टर. पत्नी, अरे डॉक्टर साहब इनको एक्सटेंशन मिलेगा क्या? डॉक्टर, नहीं, इनको बजाना मुश्किल है. तो बाकी ये सब संवाद के रूप में लिखना है. और अगला पात्र मित्र, पत्नी और डॉक्टर, ये तीनों के बीच में. मित्र, कैसे है मेरे दोस्त? पत्नी, डॉक्टर का कहना है इनका बजना मुश्किल है. डॉक्टर, मुश्किल नहीं, असंभव है. मित्र, तो शुरू करना है. मित्र और कवि के. मित्र, अरे यार मैं पहुंच गया हूँ. कवि, मित्र. कवि, मित्र, मैं मर जाऊंगा क्या? तो बाकी आगे बढ़ना है. तीनों संवादों के आधार पर कहानी को स्किट के रूप में प्रस्तुत करें. आपको समय है तो एक स्किट बनाकर हमारा कक्षा में प्रस्तुत करना है. ठीक है. जिंदगी में आप कितने खुश हैं या यह महत्वपूर्ण नहीं है, बल्कि महत्वपूर्ण यह है कि आपके कारण कितने लोग खुश हैं. നോക്കുക, നല്ലൊരു വചനമാണ്. നല്ലൊരു വചനത്തോടുകൂടിയാണ് നമ്മുടെ ഈ പാഠഭാഗം അവസാനിപ്പിക്കുന്നത്. ജിന്ദഗി മേ ആപ് കിത്തനെ ഖുശ് ഹൈ യേ മഹത്വപൂർണ്ണ നഹീ ഹൈ,
ജീവിതത്തിൽ നിങ്ങൾ എത്ര സന്തുഷ്ടരാണ് എന്നുള്ളത് മഹോത്തരമല്ല, പക്ഷേ महत्वपूर्ण ये है कि आपके कारण कितने लोग खुशी, നിങ്ങളാൽ എത്ര പേര് സന്തുഷ്ടരാണ്, അതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് आज की कक्षा खत्म होता है। इस साल की वीडियो के रूप में जो कक्षा वो पूरा खत्म हो रहा है। ठीक है, तो अच्छा, धन्यवाद सबको और अच्छे दिन की शुभकामनाएं। तो बाद में हम कक्षा में मिलेंगे। ठीक है, तो अच्छा, बाय।